അനുസരണമുള്ളവരാട്ടോ. റൂബി സ്റ്റേ നോക്കട്ടെ, പല്ലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കട്ടെ. ഓ ഓ ഒരു മിനിറ്റ് മാഡം, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. മാഡം ധൈര്യമായിട്ട് പോയിട്ട് വരണം. ഇവൻ എന്റെ സ്റ്റാഫ് മാത്രമല്ല, ബാല്യകാലം മുതലുള്ള ഫ്രണ്ട് കൂടിയാ. മൈ ബാല്യ ഫ്രണ്ട്. ആനിമൽസ് എന്ന് വെച്ചാ ഇവന് ജീവനാ, അല്ലടാ? ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ. ദൈവമേ, എന്റെ ചന്തിയോടെ പോയി. ഇവിടെ ഉണ്ടല്ലേ. ഓ, ഇവന്മാരോടെ ഞാൻ എങ്ങനെയാ? നിനക്ക് വിസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയേനെ. വേർപാടിന്റെ വേദന സ്വന്തം അമ്മ മരിച്ചപ്പോ പോലും മാഡം ഇങ്ങനെ കരഞ്ഞിട്ടില്ല. താമസം സെർവൻസ് ക്വാർട്ടേഴ്സിലാണ്. ക്ലീൻ ചെയ്യാൻ മാത്രമേ വീട്ടിനകത്തേക്ക് കയറാവൂ. കമിയാ. ആയിക്കോട്ടെ. ശുക്ലാംബരധരണം ദേവ വലിച്ചുകൊണ്ട് പോയത്. പിന്നെ ലിസ പ്രഗ്നന്റ് ആകാതെ നോക്കണം. അയ്യേ, ഞാൻ അത്രക്കാരനൊന്നും അല്ല. വാട്ട്? ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. മാഡം ധൈര്യമായിട്ട് പോയിക്കോളൂ. വിശ്വസിക്കുന്ന ആളാ. ഇതെന്താണ് ഷർട്ട് കീറിയിരിക്കുന്നത്? ഇവിടുത്തെ പട്ടികൾക്ക് എന്റെ കുണ്ടിമേടെ നോട്ടം. പക്ഷെ അവറ്റകളുടെ ആ നോട്ടം ലിസയിലേക്ക് എത്തരുത്. അതാണ് മാഡം പറഞ്ഞത് ലിസ പ്രഗ്നന്റ് ആവരുതെന്ന്. മനസ്സിലായോ? മറ്റെല്ലാ പെട്ടികളെയും കൂട്ടിക്കയറ്റിയതിനു ശേഷം മാത്രമേ ലിസയെ പുറത്തിറക്കാവൂ. ചുരുക്കി പറഞ്ഞാൽ ലിസയുടെ കന്യകാത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നിന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി. കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നവർക്ക് ഫുഡ് കിട്ടില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. 10,000-20,000 രൂപ മാസശമ്പളം വാങ്ങുന്ന മിടുക്കനായ ഒരു ഇന്ത്യക്കാരന് ഇത്തരത്തിലുള്ള ഭക്ഷണം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാൻ പറ്റിയാലായി. നിനക്കൊക്കെ ഇത് ദിവസവും കിട്ടണു. വന്ന് വന്ന് നിന്റെയൊക്കെ ഭക്ഷണത്തിൽ നിന്ന് മോഷ്ടിക്കേണ്ട ഗതികേടിലായി ഈ എന്നെ പോലുള്ളവരെ. ചിക്കൻ കഴിച്ചിട്ട് മലന്ന് കിടന്ന് മേലോട്ട് തുപ്പണം. എന്താ സെറ്റപ്പ്. നിനക്ക് മാത്രമായിട്ടൊരു ഇൻഡിപെൻഡന്റ് വില്ല, AC, സ്വർണം പൂശിയ പാത്രം, വാട്ടർ ബോട്ടില്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മറ്റു പട്ടികളുമായിട്ടുള്ള സമ്പർക്കം നിഷേധിച്ചിരിക്കല്ലേ? ഇതിനേക്കാൾ വലിയൊരു അടിമത്തം വേറെ എന്താടി ഉള്ളത്? വാ, ഇനി മാഡത്തിന്റെ പുന്നാരമോളെ ഈവനുമാക്കി ഇറങ്ങിക്കോ. മറ്റു പട്ടിച്ചട്ടന്മാരെ പൊട്ടിക്കഴിഞ്ഞു. ഇവിടെ പേടിക്കണ്ട. ഇത്രയും പട്ടിയുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഒരുത്തരും വരും. ചതിച്ചല്ലോ ഭഗവതി. ആരോ നീ പാണ്ടനായ? ആ വഴിയാണല്ലേ വന്നത്. എടി ഒരുമ്പത്തോടെ നിന്റെ ആരടി അവൻ യാത്ര പറയാൻ നിക്കണ? എന്റെ UK വിസയമേ നിന്റെ ഒടുക്കത്തെ ഒരു ഉണക്ക പ്രേമം. എടി പെണ്ണെ, ഇനി അവന്റെ പുറകെ നടക്കണ കണ്ടു കഴിഞ്ഞാ നിന്റെ കാര്യം തല്ലി ഓടിക്കും. മനസ്സിലായടി? ഇറങ്ങട. ഇതിന് നിനക്ക് ശിക്ഷയുണ്ട്. നിന്റെ 3 ദിവസത്തേക്കുള്ള ചിക്കൻ ഞാൻ കഴിക്കും, പൊരിച്ചു കഴിക്കും. അത്രയ്ക്ക് വിഷമമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? ഒന്ന് കണ്ണ്
തെറ്റി അങ്ങ് കറങ്ങാൻ പൊക്കോണം. എവിടെയാടേ കറങ്ങാൻ പോന്നേ? ഒന്ന് നിക്കണ. പുതിയ ഫ്രണ്ട്സിനെ വല്ലതും കിട്ടിയോ നിനക്ക്? വാ, പതുക്കെ പതുക്കെ. ഒന്ന് മാവണ ചേർക്കാ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. ആ ഫ്രണ്ടിൽ കൂടി പോകലേട്ടെ. കുറെ വായ നോക്കിക്കളെ, കണ്ണും തുറച്ച് നോക്കിക്കൊണ്ടിരിക്കോണ്ട്. ഞാൻ അതുകൊണ്ട് ബാക്കിൽ കൂടി ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ആലോചിക്കാറ്, ദൈവം നമുക്ക് ഇത്രയും സൗന്ദര്യം വാരിക്കോരി തന്ന എന്തിനാണെന്ന്. പാറുമ്മ അത്രയ്ക്ക് സുന്ദരിയാ. പിന്നെ ഒറ്റ പ്രാവശ്യം നോക്കി അത് കണ്ണടിച്ചോ. മോള് കൂടുതൽ ക്ലാസ് വെച്ചോ. ഗോ ടോബി. ഇത് 1 കിലോ അല്ലേ? അതെ. 1/2 കിലോ മതി. ആ കാർത്തികയോ? കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. അച്ഛനും ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ല. അച്ഛൻ മരിച്ചു. ഇപ്പൊ 1 മാസം കഴിഞ്ഞു. അവിടെ ഇപ്പൊ മോൾക്കാരാ സഹായത്തിനുള്ളത്? ചേച്ചി ഹസ്ബൻഡും അവിടെയുണ്ട്. പിന്നെ ടോബി നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഗൈഡ് ഡോഗ് ആണേ. അവനുള്ളത് കൊണ്ട് ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും പോകാം. ടോബി കം കം. അപ്പൊ ഈ വഴിയാണല്ലേ അവന്റെ പോക്ക് വരവ്. എടാ പ്രിൻസേ, എങ്ങനെ ജീവിക്കേണ്ടവനായിരുന്നാ നീ? ലൊക്കേഷൻ ടു ലൊക്കേഷൻ, കാർ ടു കാർ. ഒന്നും അറിയാൻ മേലെങ്കിലും അയപ്പാടൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി സുഖിച്ച് ജീവിക്കേണ്ട കാമുകനായിരുന്നില്ലേ? ഇപ്പൊ ആ കാമുകൻ പട്ടിയുടെ കാമുകനെ പിടിക്കാൻ കെണിയൊരുക്കും. കഷ്ടം. ഓ ജീസസ്, വാട്ട് എ ട്രാജിക് കോമഡി. പോടാ പോടാ. അതെ, സൗകര്യം കിട്ടുമ്പോ ആ സംഭവം എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഒരു സ്റ്റോറിയുടെ എലമെന്റ് എനിക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ബിയർ കുടിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞുതരാടാ. അപ്പൊ പിന്നെ തല്ലിധാരണം നിനക്ക് ഓർമ്മ കാണില്ലല്ലോ, ഇല്ലടാ? അതാവുമ്പോ നിനക്ക് ആവശ്യമുള്ള ട്രാജഡിയും ഞങ്ങൾക്ക് ആവശ്യമുള്ള കോമഡിയും കിട്ടും. അതെ. ഒന്ന് പോടാ. കണ്ടാ ലിവറെ തട്ടിയപ്പോ കണ്ടാ എങ്ങനുണ്ട്? ദൈവമേ, ഇതിൽ മഞ്ച വീണല്ലേ ഇറങ്ങാൻ പറ്റില്ലേ? ഇല്ല, പുറത്ത് നിന്ന് ആരെങ്കിലും ലിവറെ തട്ടിയാലേ പിന്നെ കൂട് തുറക്കാൻ പറ്റുള്ളൂ. അറിയാണ്ട് ഞാനെങ്ങാനും ഇതിനകത്ത് പെട്ട ഇവിടെ വേറെ ആരും ഇല്ലാത്ത. നീ പേടിക്കണ്ട, ഇത് ഒരുപാട് ദിവസം വെക്കേണ്ട വരില്ല. മറ്റവൻ സ്ഥിരം വരവുകാരനാണെങ്കിൽ ഇന്നോ നാളെയോ തന്നെ വീഴും, ഉറപ്പാ. ഓ, തേങ്ങക്ക് എന്താണ് ഇപ്പൊ വില? ആ മോളെ, ഞാൻ ഇട്ടണോപ്പാണ്. ഞാൻ വീട് പിടിക്കട്ടെ. അല്ല, എന്റെ കാര്യം കട്ടാ പോകാം. ശരി ചേച്ചി, നാളെ നേരത്തെ വരണേ. ഓ ഓ. ആരത്? ആരാന്നാ ചോദിച്ചത്? ശബ്ദം കേട്ട് ചെന്ന അവള് വെള്ളിലും തട്ടി വീണാണോന്നറിയാൻ. ആ മുടിഞ്ഞ പട്ടി അതെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ പേരിൽ അവൾ എന്നെ കുറിച്ച് അപവാദം വല്ലതും ഉണ്ടാക്കിയ അവളുടെ പണിക്കുട്ടി ഞാൻ തീർക്കുമെന്ന് പറഞ്ഞേക്കാം.